ഡിയർ സ്റ്റുഡൻസ്, ഇൻട്രൊഡക്ഷൻ ടു പ്രോബിലിറ്റി എന്ന നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ മൊഡ്യൂൾ 3യുടെ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഇതിനുമായി ബന്ധപ്പെട്ട ഇൻട്രൊഡക്ഷൻ പാർട്ട്, പ്രോബിലിറ്റി ടേംസ് എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു. ഏകദേശം കീ ടേംസ് എല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതിൽ സെറ്റ് എന്ന ടോപ്പിക്കാണ് നമ്മൾ തുടങ്ങി വെച്ചിട്ടുള്ളത്. സെറ്റ്, അതിൻ്റെ മീനിങ്ങും പറഞ്ഞു, റെപ്രസെൻറ്റേഷൻ ഓഫ് സെറ്റ് കഴിഞ്ഞു. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് ടൈപ്സ് ഓഫ് സെറ്റാണ്. ടൈപ്സ് ഓഫ് സെറ്റ് വന്നിട്ടുള്ളത് സിംഗിൾട്ടൺ സെറ്റ്, ഫിനിറ്റ് സെറ്റ്, ഇൻഫിനിറ്റ് സെറ്റ്, എംപ്റ്റി സെറ്റ്. അത്രയും ടൈപ്സ് ഓഫ് സെറ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആദ്യത്തെ സിംഗിൾട്ടൺ സെറ്റിലേക്ക് പോവാം. സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പേരാണ് യൂണിറ്റ് സെറ്റ്. അതായത് അതിൻ്റെ എക്സാമ്പിളിലേക്ക് നിങ്ങൾ നോക്കാം. ആ സെറ്റിൻ്റെ അകത്ത് A = എന്ന് പറയുന്ന സെറ്റിൻ്റെ അകത്ത് ഓൺലി 1 എലമെൻറ്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. സോ എ സെറ്റ് കണ്ടെയ്നിങ് ഓൺലി 1 എലമെൻറ്റ് ഈസ് കോൾഡ് സിംഗിൾട്ടൺ സെറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ റിസൾട്ടായിട്ട് അല്ലെങ്കിൽ എലമെൻ്റായിട്ട് സെറ്റിൻ്റെ അകത്ത് വരുന്നത് ഒരേ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതിൽ സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയാം. നമ്മൾ നോർമലി ഇതിന് മുമ്പ് അതുപോലെ തന്നെ നമ്മൾ വേറെ ഒരു എടുത്ത് നമ്മൾ ഇതുപോലെ ഒരു എലമെൻ്ററി ഇവൻറ്റ് പറഞ്ഞ സമയത്ത് സിംഗിൾ ഔട്ട്കംസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെയാണ് ഈ സിംഗിൾട്ടൺ സെറ്റിൻ്റെയും കാര്യം പറയുന്നത്. അപ്പോൾ സെറ്റിൻ്റെ അകത്ത് ഒരേ ഒരു എലമെൻറ്റേ ഉണ്ടാവുള്ളൂ റിസൾട്ടായിട്ട്. രണ്ടാമത്തത് ഫിനിറ്റും ഉണ്ട്, ഇൻഫിനിറ്റും ഉണ്ട്. ഫിനിറ്റ് എന്താണെന്ന് നോക്കാം. ഫിനിറ്റ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് മാത്രമാണ് ആ സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. അതായത് ഒരു കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള നമ്പർ ആയിരിക്കും അത് സെറ്റിൻ്റെ അകത്ത് ഉണ്ടാവുക. എക്സാമ്പിളിലേക്ക് നോക്കൂ. B= പ്രൈം നമ്പർ <20. ഇവിടെ പറഞ്ഞിട്ടുണ്ട് <20 എന്ന് പറഞ്ഞത്. 20ക്ക് താഴെയുള്ള പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കത് കൗണ്ടബിൾ ആണ്. എന്നാൽ ബിയുടെ റിസൾട്ട് താഴെയും കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സൈക്കോളജി ക്ലാസ്സിൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം, അല്ലെങ്കിൽ കോളേജിലെ സ്റ്റുഡൻസിൻ്റെ എണ്ണം, ടീച്ചേഴ്സിൻ്റെ എണ്ണം, അല്ലെങ്കിൽ മരത്തിലെ എന്തെങ്കിലും ഇലകളുടെ, അതൊക്കെ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. അങ്ങനെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 3 ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ 100, അല്ലെങ്കിൽ 100ൻ്റെ ഇടയിൽ <100, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേകം നമുക്കത് റോസ്റ്റർ ഫോമിലോ അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോമിൽ ഏത് ഫോമിലായാലും നമ്മളോട് അങ്ങനെ തരത്തിലാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് കൗണ്ടബിളാണ്. അപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് സെറ്റിൻ്റെ അകത്തുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഫിനിറ്റ് സെറ്റ്. എന്നാൽ ഇൻഫിനിറ്റ് സെറ്റ് എന്താണെന്ന് നോക്കാം. ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ നമുക്കറിയാം അൺകൗണ്ടബിളാണ്. എ സെറ്റ് ഹാവിങ് ആൻ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈസ് കോൾഡ് ഇൻഫിനിറ്റ് സെറ്റ്. എക്സാമ്പിളിലേക്ക് ഒറ്റയടിക്ക് നോക്കിയാൽ മതി. മൾട്ടിപ്പിൾ ഓഫ് 3, അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. 3യുടെ മൾട്ടിപ്പിൾ എന്നേ പറഞ്ഞിട്ടുള്ളൂ, എവിടെ അവസാനിക്കുമെന്ന് പറയുന്നില്ല. ഓക്കെ, അത് അൺകൗണ്ടബിൾ ആണ്. അപ്പോൾ കൗണ്ടബിൾ അല്ലാത്ത തരത്തിൽ, ലിമിറ്റഡ് അല്ലാത്ത തരത്തിലുള്ള എലമെൻറ്റ്സ് ആണ് സെറ്റിൻ്റെ അകത്ത് എങ്കിൽ അതിന് ഇൻഫിനിറ്റ് സെറ്റ് എന്ന് പറയാം. പിന്നെ വരുന്നത് എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് ആണ്. ഈ എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ പറയുന്നത് വെച്ചാൽ എ സെറ്റ് ദാറ്റ് കണ്ടെയ്ൻ നോ എലമെൻറ്റ്സ് ഈസ് കോൾഡ് ആൻ എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്. അതിൻ്റെ റിസൾട്ടായിട്ട് ആ സെറ്റിൻ്റെ അകത്ത് ഒരു എലമെൻറ്റ്സും ഇല്ല എങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ്. ഓക്കെ, അപ്പോൾ നമുക്കതിലൊരു എക്സാമ്പിളൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു X= സെറ്റിൻ്റെ അകത്ത് ഒന്നുമില്ല, അത് എംപ്റ്റി ആയിട്ട് അവിടെ കിടക്കുകയാണ്. അതാണ് എംപ്റ്റി സെറ്റ് ഓർ നൾ സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസൾട്ടിലൊന്നും ഉണ്ടാവില്ല എന്നർത്ഥം കേട്ടോ. അപ്പോൾ 3ക്കും 4നും ഇടയിലുള്ള സംഖ്യ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലൊരു എലമെൻ്റ് ഇല്ല, അങ്ങനെയുള്ളതാണ് എംപ്റ്റി സെറ്റ്. ഇനി ഇതിലെ കീ പോയിൻറ്റ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കീ പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ്. സെറ്റ് എന്താണെന്ന് പറഞ്ഞു, വെൽ ഡിഫൈൻഡ് കളക്ഷനാണ്. സിംഗിൾട്ടൺ സെറ്റ് എന്താ, 1 എലമെൻ്റ് ഉള്ളതാണ്. ഫിനിറ്റ് സെറ്റ് പറഞ്ഞാൽ ലിമിറ്റഡ് എലമെൻ്റ് ഉള്ളതാണ്. ഇൻഫിനിറ്റ് സെറ്റ് പറഞ്ഞാൽ അൺലിമിറ്റഡ് എലമെൻറ്റ്സ് ഉള്ളതാണ്. എംപ്റ്റി സെറ്റ് എന്ന് പറയുമ്പോൾ നോ എലമെൻറ്റ്സ്, അവിടെ എലമെൻറ്റ്സേ ഇല്ലാത്തതാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നോക്കി പഠിക്കാം. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അടുത്ത ഭാഗമാണ് സെറ്റ് റിലേറ്റഡ് ആയിട്ട് തന്നെ പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൃതി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ. ഓക്കെ, അപ്പോൾ നോക്കിയേ, the power set of a set is the set of all subset of A. സബ്സെറ്റ് ഓഫ് എ, അതായത് എയുടെ എല്ലാ സബ്സെറ്റിനെയാണെന്ന് പറയുക പവർ ഓഫ് സെറ്റ് എന്ന് പറയുക. അതായത് ഡിനോട്ട് ചെയ്യുന്നത് P(A) എന്നാണ്. P(A), അതായത് സെറ്റ് എയുടെ സബ്ബായിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, പവർ ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെറ്റിൻ്റെ സബ്ബായിട്ട് വരാൻ ചാൻസ് ഉള്ള എല്ലാത്തിനെയും, അതായത് ഇപ്പോൾ ഇഫ് A = 1 2 കണ്ടല്ലോ. ഈ A = 1 2 എന്നുള്ളതിൽ A തീരെ ഇല്ലാണ്ടാവുക, അതായത് 1ഉം 2ഉം ഇല്ലാത്ത ചാൻസ് വരാം, 1 മാത്രമുള്ള ചാൻസ് വരാം, 2 മാത്രമുള്ള ചാൻസ് വരാം, 1ഉം 2ഉം കൂടി ചേർന്നുള്ള ചാൻസ് വരാം. അപ്പോൾ അതൊക്കെ അങ്ങനെയാണ് നമ്മൾ എന്ത് പറയുക, അതിൻ്റെ സബ്ബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് ഈസ് P(A). നോക്കിയേ ഉണ്ടോ, ശൂന്യം, ഒന്നുമില്ലാത്തത് കാണിക്കാം. ദെൻ അതിൽ 1 എന്ന എലമെൻറ്റ് മാത്രം വരാൻ ചാൻസ് ഉണ്ട്, 2 എന്ന എലമെൻറ്റ് മാത്രം വരാൻ ചാൻസ് ഉണ്ട്, രണ്ടും കൂടി ഒന്നിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റിൻ്റെ സബ്ബായിട്ട് വരാൻ ചാൻസ് ഉള്ള ഓൾ സബ്സെറ്റിന് വിളിക്കുന്ന പേരാണ് എന്ത്, പവർ ഓഫ്
സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അതാണ് പവർ സെറ്റ്. ഓക്കെ, ഇനി നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറയുമ്പോൾ പവർ ഓഫ് സെറ്റിനെ പി ഓഫ് എ എന്ന് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ എൻ പി ഓഫ് എ എന്നാണ് അതിനെ ഡിനോട്ട് ചെയ്യുക. എത്ര എണ്ണം ഉണ്ട് എന്ന്. ഇപ്പോൾ നോക്കിയാൽ ഈ പവർ സെറ്റിലെ താഴെ ഉള്ളതിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടെത്താം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇഫ് എ സെറ്റ് ഹാസ് എൻ എലമെൻറ്റ്സ്, ഒരു സെറ്റിന് എൻ എലമെൻറ്റ്സ് ആണുള്ളതെങ്കിൽ ദെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ് ഇറ്റ്സ് പവർ സെറ്റ് ഈസ്, നോക്കി ഇപ്പോൾ എൻ പി ഓഫ് എ ഈസ് ഈക്വൽ ടു 2 ആണെങ്കിൽ, ഇഫ് എ ഹാസ് 3 എലമെൻറ്റ്സ്, 3 എലമെൻറ്റ്സ് ആണുള്ളത് എങ്കിൽ എന്ത് ചെയ്യുന്നു? എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അത്രയും പവറായിട്ടാണ് കാണിക്കുക. ഓക്കെ, 2ന് 3 എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് 2⁻3 കാണിക്കും. 2ന് 5 എലമെൻറ്റ്സ് ആണെങ്കിൽ 2�5 കാണിക്കും. അപ്പോൾ കൃതി എന്ന രൂപത്തിൽ നമ്മൾ എക്സ്പോണൻസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനെ ഡിനോട്ട് ചെയ്യാൻ എൻ പി ഓഫ് എ എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ പവർ സെറ്റും പറയാം, ദെൻ പവർ സെറ്റിൻ്റെ നമ്പർ കണക്കാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും നോക്കുക. ഓക്കെ, അടുത്തതാണ് ഈക്വൽ സെറ്റ്. ഇവിടെയും നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു ഭാഗമാണ് ഈക്വൽ സെറ്റ്, അൺഈക്വൽ സെറ്റ്. അതുപോലെ നമ്മുടെ ഒരു ടേം കൂടി വരുന്നുണ്ട്, ഈക്വലൻ്റ് സെറ്റ് എന്ന് പറയും. ഈക്വൽ സെറ്റ്, അൺഈക്വൽ സെറ്റ്, ഈക്വലൻ്റ് സെറ്റ്. നോക്കുക, ഈക്വൽ സെറ്റ് എന്താണെന്ന് നോക്കാം. ഈക്വൽ സെറ്റ് എന്ന് പറഞ്ഞാൽ 2 സെറ്റ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ കണ്ടെയ്ൻ എക്സാക്ട്ലി ദി സെയിം എലമെൻറ്റ്സ്. 2 സെറ്റുകളെ ഈക്വൽ എന്ന് വിളിക്കണമെങ്കിൽ എന്തായിരിക്കും? ഇഫ് ദേ കണ്ടെയ്ൻ എക്സാക്ട്ലി ദി സെയിം എലമെൻറ്റ്സ്. നമ്മൾ ആദ്യം ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് ഒന്ന് പോയി നോക്കുക. എ എന്നതൊരു സെറ്റാണ്, ബി എന്നതൊരു സെറ്റാണ്. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 2, 3. സെറ്റ് ബി ഈസ് ഈക്വൽ ടു 3, 2, 1. നോക്കിയേ, എയിലുള്ള അതേ എലമെൻറ്റ്സ് അല്ലേ ബിയിൽ വന്നിട്ടുള്ളത്, ഡിസോർഡർ ആണെന്ന് മാത്രമല്ലേ ഉള്ളൂ. സോ എ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ എയും ബിയും എന്താണ്? ഒന്നാണെന്ന് പറയാം. രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. അത്ര അവിടെ പറയുന്നുള്ളൂ. ഓർഡർ അവിടെ പരിഗണിക്കുന്നില്ല കേട്ടോ. ഓർഡർ ഓഫ് എലമെൻറ്റ് ഡസ് നോട്ട് മാറ്റർ എന്ന് പ്രത്യേകം അവിടെ പറയുന്നുണ്ട്. ഓക്കെ, അൺഈക്വൽ സെറ്റിലേക്ക് നോക്കിക്കോളൂ. 2 സെറ്റ് ആർ അൺഈക്വൽ ഇഫ് ദേ ഹാവ് അറ്റ്ലീസ്റ്റ് 1 ഡിഫറെൻറ്റ് എലമെൻറ്റ്. അപ്പോൾ അൺഈക്വൽ എന്ന് പറഞ്ഞാൽ അവിടെ ഈക്വൽ അല്ല എന്നർത്ഥം. അവിടെ എക്സാമ്പിളിലേക്ക് നോക്കുക. എ ഈസ് ഈക്വൽ ടു 1, 2, 3. ബി ഈസ് ഈക്വൽ ടു 2, 3, 4. 1 അവിടെ ഇല്ല, 4 ആയി മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു എലമെൻറ്റെങ്കിലും ഡിഫറെൻ്റ് ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ? അൺഈക്വൽ. ഈക്വൽ ആവണമെങ്കിൽ അവരെല്ലാവരും എന്തായിരിക്കണം? ഒരേപോലെ ആവണം, ഡിസോർഡർ ആണെങ്കിലും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് സെറ്റാണ് ഇക്വലൻ്റ് സെറ്റ് എന്ന് പറയും. ഇക്വലൻ്റ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 സെറ്റ് ആർ സെറ്റ് ടു ബി ഇക്വലൻ്റ് ഇഫ് ദേ ഹാവ് ദി സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ്. അടി വരച്ച് പഠിക്കുക, സെയിം നമ്പർ. മറ്റത് സെയിം എലമെൻറ്റ്സ് ആയിരുന്നു. ഇവിടെ സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സാണ്. നോക്കിയാൽ എലമെൻറ്റ്സ് മേ ബി ഡിഫറെൻറ്റ്. എലമെൻറ്റ്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. നോക്കിയാൽ എ ഈസ് ഈക്വൽ ടു സെറ്റ് എയിൽ 1, 2, 3, 4. സെറ്റ് ബിയിൽ എ, ബി, സി, ഡി. ഇവിടെ സെറ്റ് എയിൽ 4 എണ്ണം ഉണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് എൻ ഓഫ് എ ഓക്കെയാണ്, എൻ ഓഫ് ബിയും ഓക്കെയാണ്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ മുകളിൽ എയിൽ 4 എണ്ണം ഉണ്ട്, ബിയിലും 4 എണ്ണം ഉണ്ട്. അപ്പോൾ ദെയർഫോർ എ ആൻഡ് ബി ആർ ഈക്വലൻ്റ് സെറ്റ്. ഈക്വൽ സെറ്റ് ആവണമെങ്കിൽ എങ്ങനെ പറയണമായിരുന്നു? ആ 1, 2, 3, 4 തന്നെ തിരിച്ചു മറിച്ചും വന്നാൽ അതിൻ്റെ അകത്ത്. അപ്പോൾ അത് ഈക്വലൻ്റ് സെറ്റാന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റിനെ ചൂണ്ടിയിട്ട് പല അർത്ഥങ്ങളും വയ്ക്കാം. അത് ഈക്വലൻ്റ് ആണ്, ഈക്വൽ ആണ്, അൺഈക്വൽ ആണെന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. ഇനി ഈക്വൽ സെറ്റ് ഈക്വലൻ്റ് സെറ്റ് തമ്മിലൊരു കമ്പാരിസൺ അവിടെ കാണിച്ചിട്ടുണ്ട്. ഈക്വൽ സെറ്റ് പറഞ്ഞാൽ സെയിം എലമെൻ്റ് ആയിരിക്കും, ഈക്വലൻ്റ് സെറ്റ് പറഞ്ഞാൽ സെയിം നമ്പർ ഓഫ് എലമെൻ്റ് ആയിരിക്കും. ഈക്വൽ സെറ്റ് എലമെൻറ്റ്സ് ഐഡൻറ്റിറ്റിക്കൽ ആയിരിക്കും കറക്റ്റായിട്ട്. ദെൻ ഈക്വലൻ്റ് സെറ്റ് എന്തായിരിക്കും? എലമെൻറ്റ്സ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും. ഈക്വൽ സെറ്റിന് നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യും? എ ഈസ് ഈക്വൽ ടു ബി എന്ന് ഡിനോട്ട് ചെയ്യും. ഈക്വലൻ്റ് സെറ്റിന് എൻ ഓഫ് എ ഈസ് ഈക്വൽ ടു എൻ ഓഫ് ബി എന്ന് ഡിനോട്ട് ചെയ്ത് കാണിക്കും. ഇനി അടുത്തതാണ് യൂണിയൻ ഓഫ് സെറ്റ്. യൂണിയൻ ഓഫ് സെറ്റും ഉണ്ട്, ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റും ഉണ്ട്. ഇത് നമുക്ക് ആവശ്യമാണ് നമുക്ക് വരുന്ന പ്രോബ്ലത്തിന് കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുക. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഒരു കൂടിച്ചേരലാണ്, യു എന്ന് ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളതിന് എ യൂണിയൻ ബി എന്നാണ് അതിൻ്റെ ഡിനോട്ട് ചെയ്യുന്നത് ലെറ്റർ വെച്ചിട്ട് കേട്ടോ. സെറ്റ് എയും സെറ്റ് ബിയിനെയും ഒന്നിച്ച് നമ്മൾ വിളിക്കും എ യൂണിയൻ ബി. നമുക്ക് ആദ്യം എക്സാമ്പിളിലേക്ക് നോക്കിയോളൂ. എക്സാമ്പിളിലേക്ക് ആദ്യം പോവാം. സെറ്റ് എ ഈസ് ഈക്വൽ ടു 1, 3. സെറ്റ് ബി ഈസ് ഈക്വൽ ടു 1, 4. സെറ്റ് എയും ബിയും നമുക്ക് തന്നിട്ടുണ്ട്. ഇനി എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? യൂണിയൻ ഓഫ് സെറ്റ് കാണാൻ പറഞ്ഞു. സെറ്റ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു എങ്ങനെയാ? 1, 3, 4. ഒന്നുമില്ല, രണ്ടിനെ അങ്ങോട്ട് യോജിപ്പിക്കുക. എ യൂണിയൻ ബി പറഞ്ഞാൽ രണ്ടിനെ ഒന്നിച്ചെഴുതുക, റിപ്പീറ്റേഷൻ വേണ്ട. അപ്പോൾ സെറ്റ് എയിലുള്ള 1, ബിയിലുള്ള ഒന്നുകൂടല്ല, പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല, എയും ബിയും ഒന്നിച്ചെഴുതുക എന്ന് മാത്രമേ ഉള്ളൂ. ബിയിലുള്ള 2 ഇല്ല, അതുകൊണ്ട് എയിലുള്ള 3 എഴുതി, പിന്നെ ബിയിലുള്ള 4 എഴുതി. അപ്പോൾ മൊത്തത്തിലാണ്ട് ചേർത്ത് എഴുതുന്നതിനെയാണ് എ യൂണിയൻ ബി എന്ന് പറയുക. എയും ബിയെയും യോജിപ്പിച്ച് എഴുതുന്നത്. അത് നമ്മൾ എ ഓർ ഇൻ ബി ഓർ ഇൻ ബോത്ത് എന്ന രൂപത്തിൽ തന്നെ പറയാം. എന്താ? ദി യൂണിയൻ ഓഫ് 2 സെറ്റ് എ ആൻഡ് ബി ആർ, അല്ലെ ബി ഈസ് ടു സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ്, ദാറ്റ്സ് ഓൾ.
all elements which are in A or in B or in both. എയിലും ഉള്ളതും ബിയിലുള്ളതും രണ്ടിലും കൂടി ഉള്ളതൊക്കെ ഒന്നിച്ചാണ് എഴുതണതിന് എന്ത് പറയാം, യൂണിയൻ ഓഫ് സെറ്റ് എന്ന് പറയാം. അടുത്തതാണ് ഇൻ്റർസെക്ഷൻ ഓഫ് സെറ്റ്. ഇൻ്റർസെക്ഷനെ ഡിനോട്ട് ചെയ്യുന്നത് താഴേക്കുള്ള ചിഹ്നം. ഓക്കെ, ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന കോമൺ എന്നാണ്, ഒന്ന് ഡിനോട്ട് ചെയ്ത് വെക്കണേ. കോമൺ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എയിലും ബിയിലും പൊതുവായിട്ട്, അതായത് രണ്ടിലും കൂടി ഒരുപോലെയുള്ളത് ഏതാണ്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഏതാണ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർസെക്ഷൻ എന്ന് പറയുക. നോക്കിയേ, എക്സാമ്പിളിലേക്ക് നോക്കിക്കോളൂ. എ എന്ന സെറ്റിലുള്ളത് 1 2, ബി എന്ന സെറ്റിലുള്ളത് 2 4. രണ്ടിലും ഒരേപോലെയുള്ളത് ഏതാണ്, 2 ആണ്. സോ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്, 2 എന്ന് ഡിനോട്ട് ചെയ്ത് കാണിക്കും. ദി ഇൻ്റർസെക്ഷൻ ഓഫ് ടു സെറ്റ്സ് എ ആൻഡ് ബി ഈസ് ദി സെറ്റ് ഓഫ് എലമെൻറ്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ അത് ഡിനോട്ട് ചെയ്യുന്നത് നമ്മൾ മനസ്സിലായല്ലോ. ഇനി ഇതേപോലെ സെറ്റിൽ വരുന്നതാണ് ഡിസ്ജോയിൻ്റ് സെറ്റ്. ഡിസ്ജോയിൻ്റ് സെറ്റ് പറഞ്ഞ പേരിൽ തന്നെ അറിയാം, ജോയിൻ്റ് ഇല്ലാത്തതാണ്, ഒരു ജോയിൻറ്റും ഇല്ലാത്തതാണ് ഡിസ്ജോയിൻ്റ് സെറ്റ്. നോക്കി എക്സാമ്പിളിലേക്ക് നോക്കൂ. എ എന്ന് പറഞ്ഞാൽ 1 2 3, ബി എന്ന് പറഞ്ഞാൽ 4 5 6. അവിടെ അവർ തമ്മിൽ കോമൺ ആയിട്ട് വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പോൾ കോമൺ ആയിട്ട് ഒന്നുമില്ല, അവർ തമ്മിൽ ഒരു ബന്ധവുമില്ല. നോർമലി അവർ തമ്മിലുള്ള നമ്പേഴ്സ് കറക്റ്റാണ്, പക്ഷെ അതിവിടെ അല്ല നമുക്ക് ആവശ്യം. നമ്മൾ പറഞ്ഞില്ലേ ഇക്വലൻ്റ് സെറ്റാണ് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇക്വലൻ്റ് ആണെങ്കിൽ അവിടെ ഒരിടത്ത് നമ്പർ ഒരിടത്ത് ഇതൊന്നുമല്ല. പക്ഷേ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, അത് ഡിസ്ജോയിൻ്റ് സെറ്റാണ്, ഒരു ബന്ധവുമില്ല സംഖ്യകൾ തമ്മിൽ കേട്ടോ. ടു സെറ്റ് ആർ സെറ്റ് ടു ബി ഡിസ്ജോയിൻ്റ് ഇഫ് ദേ ഹാവ് നോ കോമൺ എലമെൻറ്റ്സ്. ഫോർ ഡിസ്ജോയിൻ്റ് സെറ്റിന് നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നോ എന്നാണ് കാണിക്കുന്നത് കേട്ടോ. അടുത്തത് കോംപ്ലിമെൻറ്റ് ഓഫ് സെറ്റ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്, ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെൻ്റ് ഓഫ് സെറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിളിലേക്ക് നോക്കുക. നമ്മുടെ മുമ്പിൽ യു എന്ന് പറഞ്ഞാൽ യു എന്ന് പറഞ്ഞാൽ യൂണിയനാണ്, അതായത് രണ്ടും കൂടി ചേർത്ത് എഴുതിയ സമയത്ത് മൊത്തത്തിലുള്ളതാണ് യു എന്ന് പറയുന്നത് കേട്ടോ. യു എന്ന് പറയുന്നത് എന്താണ്, മൊത്തത്തിലുള്ളതാണ്. നോക്കിയോളൂ, യുവിൻ്റെ അകത്ത് നമ്മൾ 1 2 3 4 ഉണ്ട്. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 2 4 ആണ്. യുവിലുള്ള 2ഉം 4ഉം എവിടെ ഉണ്ട്, എയിലുണ്ട്. ഓക്കെ, യുവിലുള്ള 2ഉം 4ഉം എയിലുണ്ട്. ക്ലിയർ ആണല്ലോ. ഓക്കെ, ദെൻ എ കോംപ്ലിമെൻ്റ് എന്താണെന്ന് ചോദിച്ചാൽ എന്താ പറയുക, എ കോംപ്ലിമെൻറ്റിൻ്റെ അർത്ഥം എയിലുള്ളതും എയിലില്ലാത്തത് എന്നതാണ് എ കോംപ്ലിമെൻ്റ് കൊണ്ട് ഉദ്ദേശിച്ചത്. യുവിലുണ്ട്, മൊത്തത്തിലുള്ളതിലുണ്ട്, പക്ഷേ എയിലതില്ല. അപ്പോൾ എ കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ എയിലില്ലാത്തത്. എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ നോട്ട് ഇൻ എ, അങ്ങനെ പഠിച്ചു വയ്ക്കുക. നോട്ട് ഇൻ എ, യുവിലുണ്ടാകും പക്ഷേ എയിലില്ലാത്തത്, അതാണ് എ കോംപ്ലിമെൻ്റ് എന്നതാണ്. അപ്പോൾ എ റേസ്റ്റ് ഒരു ബാർ ഇടണം, വര വരച്ചിട്ടും അതുപോലെ സി എഴുതിയിട്ട് നമ്മൾ അതിന് ഡിനോട്ട് ചെയ്യും. ഇനി എക്സ്പ്ലനേഷനിലേക്ക് വരാം. ദി കോംപ്ലിമെൻറ്റ് ഓഫ് എ സെറ്റ് എ ഈസ് ദി സെറ്റ് ഓഫ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ദി യൂണിവേഴ്സൽ സെറ്റ് യു. യൂണിവേഴ്സൽ സെറ്റിലുള്ള എല്ലാതും വിച്ച് ആർ നോട്ട് ഇൻ എ, പക്ഷേ ഇവിടെ പാടില്ല, എയിൽ പാടില്ല, എയിലുള്ള. അപ്പോൾ എക്സാമ്പിളിലേക്ക് പറഞ്ഞു 1 2 3 4 എയിൽ ആരുണ്ട്, 2ഉം 4ഉം ഉണ്ട്. എയിലില്ലാത്തത് ആരാ, 1ഉം 3ഉം. അപ്പോൾ എ കോംപ്ലിമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 1 3 എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് യൂണിവേഴ്സൽ സെറ്റ്. അതാണ് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ യു കേട്ടോ. യൂണിവേഴ്സൽ സെറ്റാണ് യു. എ യൂണിവേഴ്സൽ സെറ്റ് ഈസ് ദി സെറ്റ് കണ്ടെയ്നിങ് ഓൾ എലമെൻറ്റ്സ് അണ്ടർ കൺസിഡറേഷൻ എ പെർട്ടിക്കുലർ പ്രോബ്ലം. ഒരു പ്രോബ്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് കൺസിഡർ ചെയ്യപ്പെടാവുന്ന എല്ലാത്തിനെയും നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, യൂണിവേഴ്സൽ സെറ്റ്. അപ്പോൾ നമ്മളൊരു സെറ്റ് എയും ബിയും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒന്നുണ്ടല്ലോ, എ ഇൻ്റർസെക്ഷൻ ബി, എ യൂണിയൻ ബി. ആ എ യൂണിയൻ ബി എന്ന് പറയുന്നത് തന്നെയാണ് യൂണിവേഴ്സൽ സെറ്റായിട്ട് നമുക്ക് പറയാം, എല്ലാതും ചേർന്നിട്ടുള്ളത്. എന്നാൽ അതിലുള്ളതും എയിലില്ലാത്തത് അല്ലെങ്കിൽ ബിയിലില്ലാത്തതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയാം, ബി കോംപ്ലിമെൻറ്റ്, അല്ലെങ്കിൽ സിയിലില്ലാത്തതിന് സി കോംപ്ലിമെൻറ്റ്, അങ്ങനെ നമുക്ക് പറയാം. അപ്പോൾ ഏത് കോംപ്ലിമെൻ്റാണോ ചോദിച്ചത് അതിലില്ലാത്തതിനെയാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ നോർമലി എല്ലാത്തിനെയും കൂടി ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചിട്ടുള്ളൊരു ഭാഗമാണ് യൂണിയന്, ഇൻ്റർസെക്ഷന്, അതുപോലെ കോംപ്ലിമെൻറ്റ്. യൂണിയനെ നമ്മൾ സിമ്പിളായിട്ട് എ യൂണിയൻ ബി എന്നും, ഇൻ്റർസെക്ഷനെ എ താഴത്തേക്ക് തന്നെ ചിഹ്നം വരുന്നുണ്ട്, ബി എന്നും, എ കോംപ്ലിമെൻ്റ് എന്നുള്ളതിന് ചിഹ്നം കൊടുത്തു. യൂണിയൻ എന്ന് പറഞ്ഞാൽ ഓൾ എലമെൻറ്റ്സ് ഇൻ എ ഓർ ബി ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റ്സ് ആണ്. അതേപോലെ കോംപ്ലിമെൻ്റ് പറഞ്ഞാൽ എലമെൻറ്റ് നോട്ട് ഇൻ എ ആണ്. അവിടെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒന്നുകൂടി യൂണിയൻ ഓറാണ്, ഇൻ്റർസെക്ഷൻ ആൻഡ് ആണ്, കോംപ്ലിമെൻ്റ് നോട്ട് ആണെന്നും, പിന്നെ ഓൾ ഡിഫൈൻഡ് യൂണിവേഴ്സൽ സെറ്റ് ബിഫോർ കോംപ്ലിമെൻ്റ് കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, യൂണിവേഴ്സൽ സെറ്റൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം,